അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ ഐസ്ക്രീം കഴിക്കണ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ എനിക്കിന്ന് കഴിക്കണം തോന്നിയിട്ടോ, അപ്പോൾ ഞാൻ കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഡയറ്റിങ് ഒന്ന് തുടങ്ങണം വെച്ചിട്ടാണ് രാവിലെ തന്നെ കക്കരിക്ക് എടുക്കണം കേട്ടോ. കക്കരിക്ക് എടുത്ത് കഴിക്കണം. അപ്പോൾ ഇന്ന് ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഓരോ കഷ്ണം കൊടുത്തു കേട്ടോ. എനിക്കത് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അവർക്ക് ഓരോ കഷ്ണം കൊടുത്താൽ അതിന് പകുതി മാത്രം ഞാൻ കഴിച്ചാൽ മതിയിൽ വെച്ചിട്ട് ഞാൻ അവർക്ക് ഓരോ കഷ്ണം കൊടുത്തു കേട്ടോ. എന്നിട്ട് കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ബസ് വന്നു അവരുടെ. അപ്പോൾ അതിനൊക്കെ യാത്രയാക്കിയിട്ടോ സ്കൂളിലേക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ ദിവസമായി തലയിൽ താളി തേച്ച് കുളിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നാണ് അതിനുള്ള ഒരു ഒഴിവ് കിട്ടിയത്. അപ്പോൾ ചെമ്പരത്തിയിലും ചെമ്പരത്തിയുടെ പൂവൊക്കെ പൊട്ടിക്കണം കേട്ടോ. നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് ഒരുപാട് ചെമ്പരത്തി പൂവ് ഇങ്ങനെ വിരിയും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും തലയിൽ തേച്ച് കുളിക്കണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ താളിയൊക്കെ തേച്ച് കുളിക്കാനായിട്ട്. അപ്പോൾ ചെറുപ്പം മുതലേ അങ്ങനെ കുളിച്ച് ശീലമായിട്ടാവും. അപ്പോൾ കുറേ ആയിട്ടും അങ്ങനെ താളി തേച്ച് കുളിക്കാൻ പറ്റലില്ല. അപ്പോൾ ഒരു കറ്റാർവാഴയുടെ കഷ്ണം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതിൻ്റെ മഞ്ഞക്കറ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കറ്റാർവാഴയുടെ ജെല്ല് മാത്രം എടുക്കണം കേട്ടോ. അതിന് തോലൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ ജെല്ല് മാത്രം എടുക്കണം. അതൊരു മിക്സർ ജാറിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉലുവ കുതിരാൻ വെച്ചിരുന്നു ഇന്നലെ, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മൈലാഞ്ചില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ പൊട്ടിച്ച് വെച്ചിരുന്നു. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നൈസ് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിടിക്കാൻ കേട്ടോ. അതൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മുടിയുടെ എല്ലാ ഭാഗത്തും തേച്ചിട്ടുണ്ട് കേട്ടോ. മുടിയെ കെട്ടി വെച്ചു. എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ. അതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടില്ലേ മുടിയൊക്കെ നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഉലുവയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉലുവയുടെ മണം. അപ്പോൾ നല്ല തലയ്ക്കൊരു നല്ല തണുപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ താളിയൊക്കെ തേച്ച് കുളിച്ചപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ചെറുപയർ പായസം കുടിക്കാനായിട്ട് തോന്നുന്നു. അപ്പോൾ ഏട്ടന് അതൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം തന്നെ. അപ്പോൾ അത് ചെറുപയർ വറുത്തെടുക്കുകയാണ്. നല്ലോണം ചോക്കണ്ട കേട്ടോ, എന്നാൽ കുറച്ച് ചോക്കയും വേണം. അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഒരു കുക്കറിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേവാനായിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേവണ നേരം കൊണ്ട് ഞാൻ തേങ്ങ ചിരകിയെടുക്കാൻ വിചാരിച്ചു. 2 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കർ വിസിലടിക്കുന്നുണ്ട്. 3 വിസിലടിപ്പിച്ചിട്ട് ഞാൻ അപ്പോഴേക്കും നന്നായി വന്നിരുന്നു. എന്നിട്ട് തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയുള്ള വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാലും 2-ാം പാലും 3-ാം പാലൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അതൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ. എന്നിട്ട് 3-ാം പാലിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് പരിപ്പിട്ട് കൊടുത്തിട്ട് ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി വരുന്ന നേരം കൊണ്ട് ഞാൻ അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയുള്ള തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുക്കുകയാണ്. തേങ്ങാക്കൊത്തും കുറച്ച് ഉണക്ക മുന്തിരിങ്ങയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അണ്ടിപ്പരിപ്പ് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പോൾ അത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ പരിപ്പല്ല പായസം. അപ്പോൾ 2-ാം പാലിലേക്ക് ഞാൻ കുറച്ച് 1 സ്പൂൺ അരിപ്പൊടി കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ, ഒന്നും കൂടെ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കുറുകി വന്നപ്പോൾ ഏലക്കപ്പൊടി 1-ാം പാൽ ഒഴിച്ചിരുന്നു, അത് വീഡിയോ കിട്ടിയില്ല. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഏലക്കപ്പൊടിയും ചുക്കുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ആ നമ്മൾ നുറുക്കി വെച്ച മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും വറുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പായസം എടുത്ത് കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.